ഏറ്റവും ഒടുവിൽ BJP-യുടെ പത്രിക വന്നപ്പോഴാണ് ഏറ്റവും രസകരമായി തോന്നിയത്. 5 പേര് കോൺഗ്രസ്സുകാരാണ്. BJP-യുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഈ 20 ലോക്സഭാ മണ്ഡലത്തിൽ 5 പേർ കോൺഗ്രസ്സുകാരാണ്. ചില്ലറക്കാരല്ല കേട്ടോ. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള, ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, തൊട്ടപ്പുറത്ത് കണ്ണൂർ മത്സരിക്കുന്ന ആരാ? ആദ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞു ഇടതുപക്ഷത്തെ തോൽപ്പിക്കണമെങ്കിൽ പിണറായി വിജയനെ തന്നെ തോൽപ്പിക്കണം. അതിനാരുണ്ട്? അതിന് സാക്ഷാൽ സുധാകരൻ, KPCC പ്രസിഡന്റ്. എന്തായിരുന്നു സുധാകരൻ പറഞ്ഞത്? സിംഹം മടക്കി പുറത്ത് നിൽക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാനില്ല. മുരളീധരൻ്റെ പേര് പറഞ്ഞു, പല പേരും പറഞ്ഞു. അവസാനമാണ് രഘുനാഥ് വന്നത്. ആ രഘുനാഥ് കൈപ്പത്തി ചിഹ്നത്തിൽ പിണറായി വിജയനെതിരായി മത്സരിച്ച രഘുനാഥ് ഇന്ന് താമര ചിഹ്നത്തിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJP-ക്ക് വേണ്ടി മത്സരിക്കുകയാണ്. AK ആൻ്റണിയുടെ മകൻ പത്തനംതിട്ടയിൽ BJP-ക്ക് വേണ്ടി മത്സരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, മാവേലിക്കരയിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചയാൾ ഇന്ന് BJP-ക്ക് വേണ്ടി മത്സരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതുപോലെ തന്നെ KS രാധാകൃഷ്ണൻ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പഴയ നേതാവ് BJP-ക്ക് വേണ്ടി മത്സരിക്കുകയാണ്. അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഇവർ കൊണ്ടുവന്ന അബ്ദുൾ സലാം മലപ്പുറത്ത് BJP സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. ഈ കോൺഗ്രസിനെ ഈ നാട്ടുകാരങ്ങ് വിശ്വസിച്ച് തരണം എന്ന് പറയുകയാണ്. എന്ത് വിശ്വാസമാണുള്ളത്?